നമസ്കാരം. മൈ ആസ്ട്രോവിനിന്റെ ഒരു പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അമ്മേ ദേവീ ശരണം. മറ്റൊന്നുമല്ല, ദേവിയെ ശരണം വിളിച്ച് തുടങ്ങിയതിന് ഒരു കാരണമുണ്ട്. 2026 ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം എങ്ങനെയൊക്കെ ലഭിക്കുന്നു, ഏതൊക്കെ രാശിക്കാർക്കാണ് പ്രധാന ഗുണഫലങ്ങൾ ലഭിക്കുന്നു എന്നാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. പുതുവർഷം തുടങ്ങാൻ ഒരുങ്ങുമ്പോൾ ഇനി നമുക്ക് മുന്നിൽ ശേഷിക്കുന്നത് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ്. അപ്പോൾ ഓരോ പുതുവർഷവും പുതിയ പ്രതീക്ഷകളെയും അതുപോലെ തന്നെ അവസരങ്ങളെയും ഒക്കെ ആയിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. പലപ്പോഴും ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ഭാഗ്യത്തിന്റെ പുതു വഴികാട്ടികളാണ്. ഇപ്പൊ ജ്യോതിഷപ്രകാരം 2026 ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുന്ന ആ, രാശികളുടെ വിശദമായ പരിശോധനയാണ് ഇന്നത്തെ അധ്യായത്തിൽ. ഈ വർഷം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തോടൊപ്പം ഉണ്ടാവുന്നൊരു വർഷമായിട്ട് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ മേടം രാശി, ഇടവം, അതുപോലെ തന്നെ ചിങ്ങം രാശി, വൃശ്ചികം രാശി, ധനുരാശി, മീനം രാശി, ഇവയാണ് ആ ഭാഗ്യരാശികൾ. ഇതിൽ ഉൾപ്പെട്ട നക്ഷത്രക്കാരും ഇതിലെ ഭാഗ്യം തുണയ്ക്കുന്നതായിട്ടാണ് നമ്മൾ കണക്കാക്കപ്പെടുന്നത്. മേടം മുതൽ മീനം വരെയുള്ള 12 രാശികളിൽ നിന്ന് 5 രാശികൾക്ക് 2026 ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുന്നുണ്ട്. അപ്പൊ ഇതുവഴി നിങ്ങൾക്ക് ധനം, സമ്പത്ത്, പ്രശസ്തി, വിജയം തുടങ്ങിയവയൊക്കെ ഈ വർഷം നിങ്ങളുടെ ജീവിതത്തില് എന്താ പറയാ മുന്നോട്ട് കൊണ്ടുവരും. ഇപ്പൊ ഗ്രഹമാറ്റങ്ങളും ഗ്രഹസ്ഥിതികളും ഒക്കെ ഇതിന് പിന്നിലെ പ്രധാന ഘടകങ്ങളാണ്. ഇപ്പൊ സാമ്പത്തിക സ്ഥിതിയും നേട്ടങ്ങളും ഒക്കെ മെച്ചപ്പെടുന്ന തരത്തിലേക്കാണ് മാറുന്നത്. എന്നാൽ ലക്ഷ്മി ദേവി 2026 നിങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നാണ് നമ്മൾ ഇപ്പോൾ പരിശോധിക്കുന്നത്. ആദ്യം ഇടവം രാശി. ഇടവൻ രാശിക്കാർക്ക് ഈ കാലയളവ് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു സമയമാണ്. ശുക്രന്റെ അനുഗ്രഹം നിങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ട്. ഇത് സാമ്പത്തിക ശക്തി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു. കൂടാതെ നിക്ഷേപങ്ങളിൽ നിന്നുള്ള മികച്ച ലാഭവും ലഭിക്കാനുള്ള ഒരു സാധ്യത ഉയർന്നു കാണുന്നുണ്ട്. ജോലി, പ്രൊഫഷണൽ വളർച്ച, സ്ഥാനക്കയറ്റം എന്നിവയ്ക്കൊക്കെ ഇത് ഏറ്റവും അനുയോജ്യമായ സമയമാണെന്ന് നമുക്ക് പറയാൻ കഴിയും. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും ഈ സമയത്ത് നിങ്ങളെ അനുഗ്രഹിക്കും. വർഷത്തിന്റെ നടുക്കത്തിലെ കാര്യങ്ങൾ മികച്ച നിലയിൽ എത്തുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അടുത്തത് ചിങ്ങൻ രാശിയാണ്. 2026 ചിങ്ങം രാശിക്കാർക്ക് എന്താ പറയാ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കൈകോർക്കുകയാണ്. ഇപ്പൊ വ്യാഴവും സൂര്യനും സൃഷ്ടിക്കുന്ന അനുകൂല ഗ്രഹചലനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങളാണ് കൊണ്ടുവരിക. സാമ്പത്തിക വളർച്ചയും ശമ്പള വർധനവും ഒക്കെ ഈ സമയത്ത് നിങ്ങളെ തേടി വരാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ജോലിയില്ലാത്തവർക്കും അതുപോലെ തന്നെ പുതിയ ജോലി ലഭിക്കാനുള്ള ഒരു അവസരം തന്നെ കാണുന്നുണ്ട്. പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാനൊക്കെ കഴിയും. അതിൽ നിക്ഷേപം നടത്താനും സാമ്പത്തിക നേട്ടങ്ങൾ നേടാനും ഒക്കെ ഈ സമയം അത്യന്തം അനുയോജ്യമാണ്. അടുത്തത് നമുക്ക് വൃശ്ചികം രാശിയിലേക്ക് കടക്കാം. 2026 വൃശ്ചികം രാശിക്കാർക്ക് എല്ലാ കടങ്ങളിൽ നിന്നുള്ള ഒരു മോചനത്തിന്റെ സൂചനയായിട്ടാണ് കാണുന്നത്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ധനലാഭവും സാമ്പത്തിക നേട്ടങ്ങളും നിങ്ങളുടെ പാതയിലേക്ക് തന്നെ എത്തും. സാമ്പത്തിക നില ശക്തിപ്പെടുത്തുന്നതിന് ഇത് വലിയ ഒരു സഹായമാണ് നൽകുന്നത്. ബിസിനസ് കാര്യങ്ങൾക്കും അനുയോജ്യമായ ഒരു സമയമാണ്. ചിലവുകൾ നിയന്ത്രിക്കാൻ, പുതിയ മാറ്റങ്ങളൊക്കെ ആരംഭിക്കാൻ, എന്താ പറയാ മുന്നോട്ട് പോവാനൊക്കെ ഈ കാലയളവ് അനുയോജ്യമാണ്. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും ഇതിലൊരു പ്രധാന പങ്ക് തന്നെയാണ് വഹിക്കുന്നത്. അടുത്തത് ധനുരാശിയാണ്. അപ്പോൾ വലിയ മാറ്റങ്ങൾക്കായുള്ള സൂചനകളാണ് ഇപ്പോൾ കാണുന്നത്. കൂടാതെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും എന്താ പറയുക ഇവരുടെ ജീവിതത്തോടൊപ്പം തന്നെ ഉണ്ടാവും. മുടങ്ങിപ്പോയ പല ജോലികളും പൂർത്തിയാക്കാനുള്ള ഒരു സമയമാണ്. സാമ്പത്തിക രംഗത്ത് വന്ന മാറ്റങ്ങളൊക്കെ ചിലപ്പോൾ അത്ഭുതകരമായിട്ടാണ് മാറുക. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇത് ഗുണപരമായ നിരവധി അവസരങ്ങളാണ് കൊണ്ടുവരിക. ഈ വർഷം സാമ്പത്തിക പുരോഗതിക്കായി എന്താ പറയാ അനുയോജ്യമായ ഒരു സമയം തന്നെ വേണം പറയാൻ. സമാധാനപരമായ അന്തരീക്ഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അടുത്തത് മീനം രാശി. 2026 മീനം രാശിക്കാർക്ക് എന്താ പറയുക നിരവധി അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള ഗുണാനുഭവങ്ങളാണ് ലഭിക്കുക. സാമ്പത്തിക നിലയിൽ വലിയ പുരോഗതിയും ഈ വർഷം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഉറപ്പായ കാര്യമാണ്. ലക്ഷ്മി ദേവി നിങ്ങളെ സമ്പന്നമായിട്ട് അനുഗ്രഹിക്കുകയും സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുകയും ചെയ്യും. പുതുവർഷ പുലരിയിൽ തന്നെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം പടിയൊഴുകി വരുന്നതായിട്ട് കാണാൻ കഴിയും.
വർഷത്തിന്റെ അവസാനം വരുമ്പോഴേക്കും സാമ്പത്തിക സുരക്ഷിതത്വവും നേട്ടങ്ങളും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന കാര്യത്തിൽ ഒരു വിധത്തിലുള്ള സംശയവും വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ അധ്യായം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം.